ഹലോ നമസ്കാരം. നമ്മൾ ഒരു വീടിൻ്റെ റെനോവേഷൻ പ്ലാൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തൊരു ചെറിയൊരു റെനോവേഷനാണ്, ഒരു എക്സ്റ്റൻഷൻ കൂടിയിട്ടുള്ള റെനോവേഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടുത്തെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഡൈനിങ് സ്പേസിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ് ആയിരുന്നു. ഇവിടെ ഡൈനിങ്ങിൽ വെളിച്ചം വളരെ കുറവായിരുന്നു. കൂടാതെ തന്നെ വാഷ് ബേസിൻ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. കിച്ചൺ അടുത്തുണ്ടെങ്കിലും കിച്ചണും സ്റ്റെയറാണ് നമ്മുടെ അടുത്തുള്ള സ്പേസസ് ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് നമുക്കൊരു എക്സ്റ്റൻഷനും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സൈഡിലേക്ക് ഒരു എക്സ്റ്റൻഷൻ പ്ലാൻ ചെയ്തു. ആ സൈഡിലേക്ക് തന്നെ അവർക്ക് വേറൊരു കൺസേൺ ഉണ്ടായിരുന്നത് പ്രയർ ഏരിയ എന്നത് ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ നമ്മളൊരു പ്രയർ ഏരിയ ആഡ് ചെയ്തു. കൂടാതെ നമ്മൾ അവിടെ തന്നെ ഒരു എക്സ്റ്റൻഷനിൽ തന്നെ നമ്മൾ കുറച്ച് വിൻഡോസും ജോയിനറിയും ആഡ് ചെയ്തിട്ട് വെളിച്ചത്തിൻ്റെ ഇഷ്യൂസും കൂടി നമ്മളവിടെ സോൾവ് ചെയ്യാൻ നോക്കി. ഒരു മിനിമൽ പ്രയർ ഏരിയയാണ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ ചെയ്തത് എങ്ങനെയെന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. നമ്മൾ എക്സ്റ്റൻഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കോർണർ വിൻഡോ ഉള്ള ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസ് നമ്മൾ ആദ്യം കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്കുള്ള വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂടാതെ ഷെയർ ചെയ്യൂ, ഒപ്പം ഫോളോ ചെയ്യൂ. താങ്ക് യു. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു. എപ്പോഴും റിനോവേഷൻ ചെയ്യുമ്പോൾ പ്ലാനിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.